നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മളെ ബാധിക്കുന്ന പ്രധാന അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ്. 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള നിലവിൽ ധനവകുപ്പിൻ്റെ ബഡ്ജറ്റ് അവതരണം ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നു. മദ്യത്തിന് ലിറ്ററിന് 10 രൂപ വീതം വർദ്ധിപ്പിക്കാൻ വേണ്ടി വിദേശ മദ്യത്തിന് വില വർദ്ധിപ്പിക്കാൻ വേണ്ടി തീരുമാനമാകുന്നു. വൈദ്യുതി നിരക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കാര്യമായിട്ട് തന്നെ നിരക്ക് വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്ന സൂചനകൾ ഈ സമയത്ത് വരുന്നു. റബ്ബറിൻ്റെ താങ്ങുവില 170 രൂപയിൽ നിന്ന് 180 രൂപയാക്കി ഉയർത്തുന്ന ഉൾപ്പെടെയുള്ള നടപടികൾക്ക് സംസ്ഥാന സർക്കാർ തുടക്കം കുറിക്കുന്നതായിട്ട് ഇന്ന് ബജറ്റ് അവതരണ വേളയിൽ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ വിശദീകരിക്കുകയുണ്ടായി. കോടതി ഫീസ് നിരക്കിൽ ഗണ്യമായിട്ടൊരു മാറ്റത്തിന് വഴിതെളിക്കുകയാണ്. കോടതി ഫീസിന്റെ നിരക്കുകൾ ഉയർത്താൻ വേണ്ടി തീരുമാനമാകുന്നു. അഖിലേന്ത്യാ ടൂറിസ്റ്റ് ബസ്സുകളുടെ നികുതി നിരക്കിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അത് കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് നിർണായക തീരുമാനം ഈ സമയത്ത് സംസ്ഥാന ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് 1032 കോടി രൂപയാണ് ഈ ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. സഹകരണ മേഖലയ്ക്ക് 134 കോടി രൂപ വകയിരുത്തിയതായിട്ട് ഏറ്റവും പുതിയ ബജറ്റ് അവതരണത്തിൽ പ്രഖ്യാപനം വന്നിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഭൂമിയുടെ ന്യായവിലയിൽ ഒരു പരിഷ്കാരം ഏർപ്പെടുന്നതായിട്ടുള്ള നിർണായക പ്രഖ്യാപനങ്ങളും ഈ അവസരത്തിൽ വരുന്നു. ഇനി നമുക്ക് മറ്റ് പ്രധാന അറിയിപ്പുകളിലേക്ക് കിടക്കാം. നമ്മുടെ സംസ്ഥാനത്തെ പാർപ്പിട നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ സഹായം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ലൈഫ് മിഷൻ പദ്ധതി. ഈ പദ്ധതിയിൽ 2025 ഏപ്രിൽ മാസത്തോടെ 5 ലക്ഷം പാർപ്പിടങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് നിലവിൽ സർക്കാരിൻ്റെ ശ്രമം. ഇപ്പോൾ 3,17,000 വരുന്ന പാർപ്പിടങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ഈ 2024 മാർച്ച് മാസത്തോടെ 1,19,000 വരുന്ന പാർപ്പിടങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവയുൾപ്പെടെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നിർണായക പ്രഖ്യാപനങ്ങളുണ്ട്. തുടർന്ന് ഇപ്പോൾ അപേക്ഷ വെച്ചിരിക്കുന്ന നിരവധി ഗുണഭോക്താക്കളുണ്ട്. ഇവർക്ക് ആവശ്യമായ ഘട്ടങ്ങളിൽ കൃത്യമായിട്ട് അപേക്ഷകൾ വെച്ച് കരാറെടുത്ത് കൃത്യമായിട്ട് എഗ്രിമെൻറ്റ് വെച്ച് സർക്കാരിലേക്ക് എഗ്രിമെൻറ്റ് വെച്ച് പാർപ്പിടം പണിയുന്നതിനാവശ്യമായിട്ടുള്ള സഹായം നൽകും. 5 ലക്ഷം പാർപ്പിടമാണ് സർക്കാരിൻ്റെ പ്രഖ്യാപനത്തിലുള്ളത്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ ക്രിസ്ത്യൻ, ജൈന, സിഖ്, പാഴ്സി, മുസ്ലിം ഒക്കെ മതവിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് 1-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെ പഠിക്കുന്നവർക്ക് കേന്ദ്ര സർക്കാർ സ്കോളർഷിപ്പ് നിർത്തലാക്കിയിരുന്നു. എന്നാൽ 2024 അക്കാദമിക വർഷം മുതൽ നമ്മുടെ സംസ്ഥാനത്ത് മാർഗ്ഗദീപം എന്ന പേരിൽ വിദ്യാർത്ഥികൾക്ക് മാസം തോറും ധനസഹായം ലഭിക്കുന്ന ഒരു ക്ഷേമ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മാർഗ്ഗദീപം എന്നാണ് പദ്ധതിയുടെ പേര്. 1-ാം ക്ലാസ് മുതൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥിയുടെയും രക്ഷിതാവിൻ്റെയും പേരിലുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സ്കോളർഷിപ്പ് നിക്ഷേപിക്കുന്നതായിരിക്കും. ഒരു വലിയ പ്രഖ്യാപനമാണ് വന്നുചേർന്നിട്ടുള്ളത്. 1-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം സൗജന്യമാണ്. ഇതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സംസ്ഥാന സർക്കാർ പണമിടുന്ന ഒരു പദ്ധതി കൂടി ഇപ്പോൾ തുടക്കമിടുന്നു. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണവുമായിട്ട് ബന്ധപ്പെട്ടാണ്. 1,600 രൂപ വീതമുള്ള ക്ഷേമ പെൻഷൻ വിതരണ രീതി തന്നെയായിരിക്കും വീണ്ടും തുടരുക എന്ന് ഇപ്പോൾ ബജറ്റ് അവതരണത്തിൽ പറഞ്ഞു. 100 രൂപ കൂടി വർധനവ് ഏർപ്പെടുത്തുമ്പോൾ അത് സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വഴിതെളിക്കും. കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് കൃത്യസമയത്ത് എത്തിച്ചേരണമെന്നുമില്ല. അതുമാത്രമല്ല, സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണവുമുണ്ട്. വായ്പാ തുക കുറഞ്ഞാണ് നമ്മുടെ സംസ്ഥാനത്ത് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള കുടിശ്ശിക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വീട്ടുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ശ്രമം ആരംഭിച്ചു. 2024 ഏപ്രിൽ മാസം മുതൽ മുടങ്ങാതെ പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾക്കും തുടക്കം കുറിച്ചിട്ടുണ്ട്. നിലവിൽ സെപ്റ്റംബർ മാസം മുതലുള്ള പെൻഷൻ കുടിശ്ശികയാണ്. ഇതിൽ പരമാവധി സെപ്റ്റംബർ, ഒക്ടോബർ തുടങ്ങിയ 2 മാസങ്ങളിലെങ്കിലും 1,600 2 ഗഡുക്കൾ 3,200 രൂപ വരെയൊക്കെ ഈ ഫെബ്രുവരി മാസം തന്നെ നമ്മളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും. നമ്മുടെ വീടുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതിയായിട്ടുള്ള ജൽജീവൻ മിഷന് സംസ്ഥാന വിഹിതമായിട്ട് 550 കോടി രൂപയോളം നീക്കിവെച്ചിരിക്കുകയാണ്. വീടുകളിലേക്കെല്ലാം ശുദ്ധജലം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക പദ്ധതികളാണ്. അതുമാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്തെ BPL റേഷൻ കാർഡിന് സൗജന്യമായിട്ട് തന്നെ കുടിവെള്ളം ലഭ്യമാക്കുന്നതിനുള്ള നടപടികളും ഇതിൻ്റെ ഭാഗമായിട്ട് സർക്കാർ കൈക്കൊള്ളും. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. ഈ വാർത്ത മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്തെത്തിക്കുക. വീഡിയോ പൂർണ്ണമായിട്ട് കണ്ട് മനസ്സിലാക്കുക. വിവിധ ക്ഷേമ പദ്ധതി അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക.